തൃശൂർ കുന്നംകുളത്ത് പോലീസിനെതിരെ ആരോപണവുമായി ബി.ജെ.പി കൗൺസിലർ. ബി.ജെ.പി പ്രവർത്തകൻ മുരളിയെ ആക്രമിച്ചെന്നും പിന്നീട് 10 ലക്ഷം നൽകി കേസ് ഒത്തുതീർപ്പാക്കിയെന്നും ബിനു പ്രസാദ്. നിലവിൽ വടക്കാഞ്ചേരി SHO ആയ ഷാജഹാനെതിരെയാണ് ആരോപണം. ഇതിനു മുമ്പ് ഒരു ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവിനെ കുന്നംകുളത്തെ ഷാജഹാൻ എന്ന SI അടിച്ച് പരിക്കേൽപ്പിച്ച ചിത്രമാണ് ഇത് കാണുന്നത്. ഇതിന് കേസ് വന്നപ്പോ ഇതേ ഷാജഹാൻ തന്നെ നേരെ പോയി ഇതേ മുരളി 4 വയസ്സിന്റെ മൂപ്പണി ഷാജഹാൻ വന്നിട്ട് മുരളിയേട്ടാ എനിക്ക് തെറ്റുപറ്റി ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയാണ് ഇവിടെയുള്ള പത്രക്കാരിൽ നിന്നും നോട്ട് ചെയ്യണം. 10 ലക്ഷം രൂപയാണ് ഈ മുരളിക്ക് അന്ന് ഷാജഹാൻ കൊടുത്തത്. ഇന്ന് ഈ കേസിൽ ഇരയ്ക്ക് ഇവർ വെച്ച് നീട്ടിയത് 20 ലക്ഷം രൂപയാണ്. ഇവർക്ക് ഈ 10-20 ലക്ഷം രൂപ അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, വീണ്ടും കുന്നംകുളം പോലീസ് പ്രതിക്കൂട്ടിലാവുകയാണല്ലോ. സ്വാതി, ഈ സമയവും കാലവും വ്യക്തമാക്കാതെയാണ് ബി.ജെ.പിയുടെ നേതാവ് ഇന്ന് കുന്നംകുളം നഗരസഭാ യോഗത്തിൽ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. മുൻപ് കുന്നംകുളത്തെ SHO ആയിരുന്ന, ഇപ്പോൾ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ SHO ആയ ഷാജഹാനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ബി.ജെ.പി പ്രവർത്തകനായിട്ടുള്ള മുരളി സംഘമിത്രയെ പോലീസ് അതിക്രമിച്ചുവെന്നും ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ആക്രമിച്ചുവെന്നും ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തോട് പിന്നീട് സന്ധി സംഭാഷണം നടത്തി 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഈ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു എന്നുള്ളതാണ് ബി.ജെ.പി കൗൺസിലറുടെ ആരോപണം. സമാനമായ ഒരു പ്രതിഷേധം ഇന്ന് ഇതേ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ വടക്കാഞ്ചേരിയിലുണ്ടായി. KSU നേതാവിനെ ഭീഷണിപ്പെടുത്തിയ എന്ന് പറഞ്ഞുകൊണ്ട് ഷാജഹാനെതിരെയാണ് KSU നേതാക്കൾ ഇന്ന് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. ഇത്തരത്തിൽ ഒന്നിടവിട്ടുകൊണ്ട് തൃശൂർ ജില്ലയിലെ സംസ്ഥാനത്തെമ്പാട് നിന്നുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമാകുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഷാജഹാനെതിരെ ബി.ജെ.പി കൗൺസിലർ നടത്തിയ ആരോപണങ്ങൾ. ശരി ലെവിൻ.